2026 ജനുവരി മാസം 4-ാം തീയതി മുതൽക്ക് 10-ാം തീയതി വരെയുള്ള ഒരാഴ്ചത്തെ എല്ലാ രാശിക്കാർക്കും, മേഷാദി എല്ലാ കൂറുകാർക്കും ഉള്ള സാമാന്യ ഫല നിരൂപണമാണ് ഇവിടെ നടത്തുന്നത്. അടുത്തത് കന്നിക്കൂറാണ്. വിർഗോ എന്നാണ് അതിൻ്റെ ഇംഗ്ലീഷ് പേര്. ഉത്തരത്തിൽ മുക്കാല്, അത്തം, ചിത്തിര, അര. ചിത്തിരയുടെ ആദ്യത്തെ 2 പാദങ്ങൾ ചേർന്നതാണ് കന്നിക്കൂറ്. ഇതിൽ ഇവർക്ക് 10-ൽ വ്യാഴമാണ്, 4-ാം ഭാവത്തിൽ ധനുവിൽ സൂര്യനും ബുധനും ശുക്രനും ചൊവ്വയും വരുന്നുണ്ട്, 7-ൽ ശനിയാണ്, 6-ൽ രാഹുവുമാണ്. ജോലി അഥവാ ബിസിനസ് സംബന്ധമായിട്ട് അവനവൻ്റെ പെർസ്പെക്റ്റീവ് അഥവാ ജോലിയോട് അഥവാ ചെയ്യുന്ന ബിസിനസ്സിനോടുള്ള ഒരു വീക്ഷണം, അതിൽ കുറച്ചുകൂടെ കൃത്യത ഉണ്ടാകും. അതുകൊണ്ട് അത് അംഗീകരിക്കപ്പെടുകയും ചില നൂതനമായിട്ടുള്ള പ്രോജക്റ്റുകൾ അവർക്ക് വന്നു ചേരാനും സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കൂടെ പ്രവർത്തിക്കുന്ന സഹപ്രവർത്തകരുടെ ആയിട്ടുള്ള സഹകരണവും ഇവർക്ക് കൂടുതൽ കിട്ടാവുന്നതാണ്. നിക്ഷേപ ധനപരമായിട്ട് നോക്കിയാൽ അനുകൂലമാണ്. വളരെ സൂക്ഷിച്ച് ചില നിക്ഷേപങ്ങൾ ഇപ്പോൾ ചെയ്യുകയാണെങ്കിൽ അത് ഭാവിയിലേക്ക് ചില നല്ല ഗുണങ്ങൾ ഉണ്ടാകും. ചിലവുകൾക്കും കുറച്ച് കൂടുതൽ കുടുംബപരമായിട്ടുള്ള ചിലവുകൾക്ക് ഇവർക്ക് കൂടാൻ സാധ്യതയുണ്ട്. ഇവർക്ക് ആരോഗ്യപരമായിട്ട് നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം, ഇൻറ്റസ്റ്റൈൻ, ഗ്യാസ് മുതലായിട്ടുള്ള ചില രോഗങ്ങൾ അതുള്ളവർക്ക് അത് കൂടാനും ഒക്കെ സാധ്യതയുണ്ട്. അത് ഡൈജസ്റ്റീവ് സിസ്റ്റം അത് ആഹാരത്തിൻ്റെ ഉണ്ടാക്കേണ്ടതായിട്ടുള്ള ശ്രദ്ധ കൊണ്ടും ചിട്ട കൊണ്ടും അത് സ്വയം പരിഹരിക്കേണ്ടതാണ്. ഗൃഹകാര്യങ്ങളിലൊക്കെ ബന്ധുക്കളും ഒക്കെ കുടുംബത്തിൽ വന്ന് വരിക, പഴയ ചില പൂർവിക ബന്ധങ്ങൾ വീണ്ടും ഉറപ്പിക്കുക, അങ്ങനെയൊക്കെ അനുകൂലമായിട്ടുള്ള ഒരു അവസ്ഥ ഇവർക്ക് ഉണ്ടാകാവുന്നതാണ്. കണ്ടകശനിയുടേതായിട്ടുള്ള ദോഷങ്ങൾ അവർക്ക് ഉണ്ടാകും. അത് എന്താണെങ്കിലും മാറ്റിവെക്കാൻ സാധിക്കില്ല. പരിഹാരമായിട്ട് ശാസ്താക്ഷേത്രത്തിൽ ദർശനം നടത്തുകയോ ശാസ്ത്രമന്ത്രങ്ങൾ, ശനിയുടെ മന്ത്രങ്ങൾ അല്ലെങ്കിൽ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ സ്വയം ജപിക്കുക, ശാസ്താക്ഷേത്രത്തിൽ വഴിപാട് കഴിക്കുന്നതുമൊക്കെ നല്ലതാണ്. ബുധക്ഷേത്രത്തിൽ അഥവാ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ അഥവാ ദർശനം നടത്തുക, അഥവാ ബുധശാന്തിയും ശനിശാന്തിയും കൂടെ നടത്തുന്നതും അനുകൂലമായിട്ട് കാണാവുന്നതാണ്. അതോടൊപ്പം തന്നെ സൂര്യന് ശാന്തിയും നടത്തേണ്ടതാണ്. ഇവർക്ക് ഇപ്പോൾ പച്ച നിറത്തിലുള്ള കല്ലുകൾ കൊണ്ടുള്ള മാലയോ അല്ലെന്നുണ്ടെങ്കിൽ മോതിരം മുതലായിട്ടുള്ളവ ധരിക്കുന്നതും ചില ദോഷങ്ങളിൽ നിന്ന് നമുക്ക് അനുകൂലമായിട്ടുള്ള ഫലം, ദോഷങ്ങൾ മാറി അനുകൂലമായിട്ടുള്ള ഫലം സിദ്ധിക്കാൻ നല്ലതാണ്.